അധ്യായം 10. അടുത്ത കേസാണ്, വരൂ. രഘു തിടുക്കപ്പെട്ട് വന്നു പറഞ്ഞു. കോടതിയുടെ വാതിലിനോട് ചേർന്ന് ഞാൻ സ്ഥാനം പിടിച്ചു. കോടതിയിൽ വിയർപ്പ് മണക്കുന്ന ആ തിരക്കിൽ ഞാൻ അയാളെ വീണ്ടും കണ്ടു. ശരത്. നിയമപരമായി ഇനിയും അറ്റുപോയിട്ടില്ലാത്ത എൻ്റെ ഭർത്താവ്. വെള്ള ഷർട്ടും നീല ജീൻസും അലക്ഷ്യമായി പറക്കുന്ന മുടിയും വെട്ടിയൊതുക്കാത്ത താടിയുമായി ശരത്. നിരാശ അയാളുടെ മുഖത്ത് കൂടുകൂട്ടിയിരിക്കുന്നു. സർവവും തകർന്ന മനുഷ്യൻ എന്ന് പ്രഖ്യാപിച്ച ഭാവം. വിമോചനം അയാൾക്കാണ് ഏറ്റവും ആവശ്യമെന്ന് തോന്നിക്കുന്ന ശരീരഭാഷ. ആർജിച്ച ധൈര്യം ചോർന്നു പോകുന്നതായി എനിക്ക് തോന്നി. ഞാൻ കോടതി മുറിക്കുള്ളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമോ? ഈ കൂടി നിൽക്കുന്ന മനുഷ്യർ എന്നെ കൂകി വിളിക്കുമോ? ജഡ്ജി ആദ്യമായി എന്നെ കള്ളി എന്ന് വിളിച്ച് സുഖമായി ഉറങ്ങുമോ? ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നിശ്ചലമാക്കുന്ന ചിന്തകൾക്ക് കനം കൂടി വന്നു. കേസ് നമ്പർ OPHMA 134/2018. ഭദ്ര ഹാജരുണ്ടോ? അതെ, അത് ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. കാഴ്ചയെ കറുപ്പ് വിഴുങ്ങിയിരിക്കുന്നു. ഭൂമി ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമാവുകയും ഞാൻ മാത്രം ചരിക്കുകയും ചെയ്യുന്നത് പോലെ. ഭാരമില്ലാതെ ഞാൻ കോടതി മുറിയിൽ കുഴഞ്ഞു വീണു. ചായ കുടിക്കൂ, വർത്തമാനകാലത്തിൽ രഘു പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞതല്ലേ വല്ലതും കഴിക്കാൻ. ഭാരം പേറിയ കണ്ണുകളും ഒട്ടും ഭാരമില്ലാത്ത ശരീരവുമായി ഞാൻ കട്ടിലിൽ ഉയർന്നിരിക്കാൻ ശ്രമിച്ചു. ആ ശ്രമം പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ രഘു എന്നെ സഹായിച്ചു. ആദ്യ സ്പർശനം. എൻ്റെ ശരീരത്തിലെ രഘുവിൻ്റെ ആദ്യ സ്പർശനം. ഞാൻ ചൂട് ചായ ഊതി കുടിച്ചു. തണുത്ത ശരീരത്തിനും വരണ്ട ഹൃദയത്തിനും ഒരു ചായ പോലും ചില നേരത്തെ പ്രതീക്ഷയാണ്. ഇല്ല, രഘു എന്നെ വിവാഹം കഴിച്ചില്ല. ഞാൻ ഗർഭിണിയുമല്ല. ഓർമ്മകളെ മായ്ച്ചു കളയാനുള്ള വിദ്യ കണ്ടുപിടിക്കേണ്ട ആവശ്യകത കൂടുന്നു. എനിക്കെന്താ സംഭവിച്ചത്? കാര്യമായി ഒന്നുമില്ല, ഒന്ന് ബോധം കെട്ട് വീണു. രഘു പരിഹസിച്ചതുപോലെ തോന്നി. അപ്പോൾ കേസ് അവധിക്ക് വെച്ചു. ജഡ്ജിക്ക് ഒരുപാട് പേരെ ബോധം കെടുത്തേണ്ടതല്ലേ? പരിഹാസത്തിൻ്റെ അളവ് കൂടുന്നുവോ? ഈ അവസരത്തിൽ ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ബുദ്ധിമുട്ടായല്ലേ? തീർച്ചയായും. വെള്ളം വാങ്ങി തന്നതിലും വലിയ ബുദ്ധിമുട്ട്. കളിയാക്കുവാണോ? അല്ല, സത്യം പറഞ്ഞതാണ്. ഇഷ്ടമുള്ള മനുഷ്യരോട് ദേഷ്യം തോന്നാതിരിക്കട്ടെ. അയാളെ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള വഴിയാണ് ദേഷ്യം. വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ചേട്ടാ, പണം വല്ലതും ആവശ്യം വന്നിരുന്നോ? ഇതുവരെയില്ല. പിന്നെ ചേട്ടൻ എന്ന വിളി ഒഴിവാക്കിയാൽ നന്നായിരുന്നു. രഘുനാഥ് എന്നാണ് എൻ്റെ പേര്. എല്ലാവരും എൻ്റെ പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എത്ര മനോഹരമാണ് പേര് വിളിക്കുന്നത്. എൻ്റെ മകളെ കൊണ്ടുപോലും പേര് വിളിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോളുടെ പേര്? മോളായിട്ടില്ല. അയാൾ ജാനകി എന്ന് വിളിക്കും. ഭാര്യ ഗർഭിണിയാണോ? അതുമല്ല. സോറി. എന്തിന്? ഭാര്യ ഗർഭിണിയാകാത്തതിനോ? എനിക്ക് മോൾ ജനിക്കാത്തതിനോ? ഈ സോറി എന്ന വാക്ക് പഠിച്ചില്ലായിരുന്നെങ്കിൽ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു എല്ലാവരും. അല്ലേ ഭദ്രേ? ഭദ്ര. അതെ, അതെൻ്റെ പേരാണ്. അതിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നുവോ? അതിനെ ഇത്രയും താളത്തിൽ വിളിക്കുവാൻ പറ്റുമോ? ആ രണ്ടക്ഷരങ്ങൾക്ക് ഇത്രയും ആഴവും പരപ്പും ഉണ്ടായിരുന്നുവോ? ആ ശബ്ദം എൻ്റെ ഹൃദയത്തിൻ്റെ അറകളിൽ പ്രതിധ്വനിച്ചു. ഇതാണ് എൻ്റെ നമ്പർ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കൂ. വല്ലാത്ത മനുഷ്യൻ. ഈ പ്രയോഗം രഘുവിന് ചേരും. എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായവനെ വിളിക്കാൻ ഇതിലും സുന്ദരമായ ഒരു വാക്കുണ്ടോ? അത് എൻ്റെ ജീവിതത്തിൽ ഈ ചെറിയ നേരത്തിനുള്ളിൽ രഘു ഒരു വല്ലാത്ത മനുഷ്യനായിരിക്കുന്നു. വിവരമറിഞ്ഞ അമ്മയെത്തി. രഘു അമ്മയെ നോക്കി ചിരിച്ചു. അമ്മ ചിരിച്ചില്ല. നഷ്ടപ്പെട്ടു പോയ രഘുവിനെ ചിരിയെ ഓർത്ത് എനിക്ക് നിരാശ തോന്നി. ആ ചിരിയോട് എനിക്ക് കടലോളം ഇഷ്ടം തോന്നി. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മുറിവിട്ട് പോകാൻ രഘു അനാവശ്യ തിടുക്കം കാണിക്കുന്നത് പോലെ തോന്നി. എന്നാൽ പിന്നെ എന്നെ ഇവിടെ വരെ വരുത്തി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അമ്മയുടെ വാക്കിൽ ദേഷ്യവും നീരസവും നിഴലിച്ചു നിന്നു. രഘുവിൻ്റെ തിടുക്കം വേഗത്തിലാകാൻ ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി. കേസിൻ്റെ അപ്ഡേറ്റ് ഞാൻ അറിയിക്കാം. സമാധാനമായിരിക്കൂ. കേസ് ഈ അവസാന കാലത്ത് തീ തിന്ന് തീരാനാണല്ലോ എൻ്റെ വിധി. രഘു ഒന്നുകൂടി എന്നെ നോക്കി. നോട്ടം കൊണ്ട് സാന്ത്വനമേകാൻ കഴിയുമോ? അറിയില്ല. എങ്കിലും ഒരു കരുതലിൻ്റെ വലയും ആ നോട്ടത്തിൽ ഞാൻ അറിഞ്ഞിരുന്നു. അയാൾ മുറിവിട്ടിറങ്ങി. ദൂരം മറയുന്ന അച്ഛനെ നോക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ രഘു പോകുന്നത് നോക്കിയിരുന്നു. എൻ്റെ കണ്ണിൽ നനവ് പടർന്നു. എന്തിനാണെന്നറിയാതെ. സ്നേഹം പോലെ ഒരു ഒറ്റുകാരനില്ല. ഒറ്റ നിമിഷം കൊണ്ട് കയ്യിൽ അലിഞ്ഞു പോകുന്ന ഹിമകണമായി നമ്മെ സ്നേഹം രൂപപ്പെടുത്തുന്നു. രഘു സ്നേഹമാണ്.
പരിക്ഷീണിതനായ മരുഭൂമിയിലെ യാത്രികന് മരുപ്പച്ച സ്വർഗമെന്ന് പറയുന്നത് പോലെ രഘു എനിക്ക് സ്നേഹമാകുന്നു. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, കാമുകൻ, കാമുകി ഇവയെല്ലാം പരസ്പരം കോർത്തിണക്കാൻ സ്നേഹമെന്ന വാക്കിന് കഴിയും. ആ സ്നേഹമെന്ന വാക്ക് പലപ്പോഴും സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തത പുലർത്തും. നിർമ്മിക്കപ്പെട്ട വാക്കുകൾ എല്ലാം എല്ലാ കാലത്തും എല്ലാ സന്ദർഭത്തിനും ഒരേ അർത്ഥമല്ല എന്ന സത്യം പോലെ. കത്തുന്നതും പൊള്ളുന്നതും രണ്ടും രണ്ടാണെന്ന് പറയുന്നത് പോലെ. എൻ്റെ നിരീക്ഷണമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. അതിനാൽ തന്നെ നിങ്ങൾക്കിതിൽ മനോവിഷമം തോന്നേണ്ട കാര്യമില്ല. പറയുന്ന എനിക്ക് അത് വിമോചനത്തിൻ്റെ സംഗീതമാണ്. അധ്യായം 11. ഒരു മനുഷ്യനോട് എത്ര സമയത്തിനുള്ളിൽ പ്രണയത്തിലാക്കാൻ കഴിയും? ഒറ്റ നിമിഷം കൊണ്ട് എന്ന് ഞാൻ പറയും. ആ നിമിഷത്തിൽ ആ മനുഷ്യനോട് എനിക്ക് പ്രണയമാണ് എന്ന് മനസ്സിനോട് പറഞ്ഞുറപ്പിക്കണം. പിന്നെ പ്രണയത്തിൻ്റെ വിശാലമായ ഭൂമിയെ ഒരുക്കിയെടുക്കുന്ന തിരക്കിലാകുന്ന ഒരു പക്ഷേ എല്ലാവരിലും പ്രണയം ഒരു നിമിഷം കൊണ്ട് തന്നെ ആവണം ജനിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടും ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെ ഞാൻ കിടക്കയിൽ ചുരുണ്ടുകൂടി. ശരത്തിൻ്റെ മുഖം എന്നെ വല്ലാതെ വേട്ടയാടി. ബോധം മറിഞ്ഞ് കോടതിക്കുള്ളിൽ വീണപ്പോൾ എന്നെ ഉയർത്തിയെടുക്കാൻ അയാൾ സഹായിച്ചു കാണുമോ? കാണരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ശ്വാസനിശ്വാസത്തിൻ്റെ ഇടവേളയിൽ രഘു ആ ചിന്തയ്ക്ക് മേൽ മഞ്ഞായി പൊഴിഞ്ഞു. ഒരു ശരാശരി മലയാളിയുടെ നന്ദി വാക്കുപോലും ആശുപത്രി കിടക്കയിൽ വെച്ച് രഘുവിനോട് പറയാൻ കഴിഞ്ഞില്ല. ഫോണിൽ സേവ് ചെയ്ത് രഘുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഞാൻ ഭദ്രയാണ്. ആ ഭദ്ര, എങ്ങനെയുണ്ട്? ക്ഷീണം മാറിയോ? ചെറിയ ആശ്വാസമുണ്ട്. തലയിലെ പെരുപ്പ് മാറുന്നില്ല. നന്നായി ഉറങ്ങൂ. മാറും. ഉറങ്ങണം. ഒരു നന്ദി പറയാൻ വിളിച്ചതാണ്. പറഞ്ഞു ബുദ്ധിമുട്ടണ്ട. സ്വീകരിച്ചിരിക്കുന്നു. ഇനി എന്താണ് ഞാൻ രഘുവിനോട് സംസാരിക്കേണ്ടത്? അറിയില്ല. സംസാരം മുറിഞ്ഞിരിക്കുന്നു. സംസാരിക്കാൻ നമുക്കിടയിൽ വിഷയങ്ങളൊന്നുമില്ല അല്ലേ ഭദ്ര? അതെ. എന്നാൽ നന്നായി റെസ്റ്റ് എടുക്കൂ. കേസിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പറയാൻ എന്തെങ്കിലും വിഷയം കിട്ടട്ടെ. അപ്പോൾ വിളിക്കൂ. ഇപ്പോൾ സമാധാനമായി ഉറങ്ങൂ. മറുതലയ്ക്കൽ ഫോൺ കട്ടായി. ശൂന്യതയിലേക്ക് എന്നെ എടുത്തെറിയപ്പെട്ടതായി അനുഭവപ്പെട്ടു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരാൾ എന്നോട് സമാധാനമായി ഇരിക്കുവാൻ പറഞ്ഞത്. ഞാൻ പറയാതെ എൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞത്. അതെ, പ്രണയം ഒരു നിമിഷം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഉറക്കം എന്നെ വിഴുങ്ങാൻ തയ്യാറെടുത്തു. ഇരുണ്ട കാടിൻ്റെ വന്യതയിൽ ഞാനും നീയും കണ്ടുമുട്ടിയിരിക്കുന്നു. നഗ്നരായ നമുക്ക് ഇരുട്ട് തന്നെ വസ്ത്രമാകുന്നു. നീ എന്നെ ഒരു പൂവിനെ എന്ന പോലെ നോക്കുകയും ചുംബിക്കുകയും ഗന്ധമാസ്വദിക്കുകയും ചെയ്യുന്നു. നിൻ്റെ ബലിഷ്ഠമായ കരങ്ങൾക്കിടയിൽ ഞാൻ കരുത്തുള്ളവളായി മാറുന്നു. എൻ്റെ ഹൃദയത്തിലെ ഓരോ മുറിവുകളും നീ പുഞ്ചിരി കൊണ്ട് സൗഖ്യം പകരുന്നു. നീ ശേഖരിച്ച മഴക്കാറിൽ നിന്ന് ജലം പകുത്തെടുത്ത് എന്നെ നീ പവിത്രീകരിക്കുന്നു. ഈ വന്യമായ വനത്തിൽ ഉദയങ്ങളില്ല, പകലുകളില്ല, ഇരുട്ടു മാത്രം. പ്രണയത്തിൻ്റെ ഇരുട്ട് മാത്രം. നീ എന്നെ പ്രണയിക്കുന്നു. നിൻ്റെ തിളങ്ങുന്ന കണ്ണുകളാൽ ഞാൻ സർവ്വവും കാണുന്നു. നീ എന്നെ ലോകത്തിലേക്ക് ഞാൻ ചുരുങ്ങുന്നു. ഞാൻ നിന്നെയും നീ എന്നെയും പ്രണയിക്കുന്നു. ഉന്മാദത്തിൽ ആണ്ടുപോകുന്ന പ്രണയം. നിൻ്റെ ചഷകത്തിൽ നിറഞ്ഞ് വീഞ്ഞുപോൽ വീര്യമേറിയ പ്രണയം. അനാദിയായ പ്രണയം. നഗ്നത എന്നെ ഭയപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ വസ്ത്രം നീയായി മാറിയിരിക്കുന്നു. നഗ്നതയെ ഭയക്കുന്ന നിങ്ങൾ പൂക്കളെ നോക്കാതിരിക്കൂ. പൂക്കൾ നഗ്നരാണ്. നിങ്ങൾ അവയെ ഏത് വസ്ത്രം കൊണ്ട് അണിയിച്ചൊരുക്കും? നാശം പിടിക്കാൻ വിളക്ക് കത്തിക്കുന്ന നേരത്തെ ഉറക്കം. സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അമ്മ എന്നെ വലിച്ചിഴച്ചു. സ്വപ്നം ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയാത്തക്കവണ്ണം പൊട്ടിപ്പോയ പളുങ്കുപാത്രമായി മാറി. രഘു പകർന്ന പ്രണയം വീര്യമുള്ള വീഞ്ഞായി സിരകളിൽ പടർന്നു കഴിഞ്ഞു. പ്രണയം ഒറ്റ നിമിഷത്തിൽ സംഭവിക്കുന്നു. അതെനിക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശാലമായ പ്രണയഭൂമിക ഒരുക്കിയെടുക്കണം. രഘു വിവാഹിതനാണ്. രഘുവിന് എന്നെ പ്രണയിക്കാൻ കഴിയുമോ? വിവാഹിതനായ ഒരു വ്യക്തിയെ പ്രണയിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രണയിച്ചാൽ അത് പ്രണയം തന്നെയാണോ പ്രതിഫലിക്കുന്നത്? ഒന്നുറപ്പാണ്, രഘുവിനെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ പ്രണയത്തിൻ്റെ ഉറവ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയില്ല. എത്ര വലിയ പ്രതിബന്ധങ്ങൾ കൊണ്ട് തടയാൻ ശ്രമിച്ചാലും അതിനെയെല്ലാം മറികടക്കാൻ എന്നോട് പോലും അനുവാദം ചോദിക്കാതെ എൻ്റെ പ്രണയം തയ്യാറെടുത്തിരിക്കുന്നു. സദാചാരത്തിൻ്റെ കൂർത്ത മുള്ളുകളുടെ മുനിയൊടിക്കാൻ പ്രണയം ശക്തിയാർജിക്കുന്നു. പ്രണയം അന്തമാണെന്ന് പറയുന്നത് എത്ര വലിയ ശരിയാണ്. പ്രണയം തന്നെ കാഴ്ചയും കേൾവിയും ഗന്ധവും സ്പർശവുമാകുന്ന പ്രണയാന്തത. എനിക്ക് പ്രണയം ആവശ്യമാണ്. ഈ ലോകത്തെ അതിജീവിക്കുവാൻ എനിക്ക് പ്രണയം ആവശ്യമാണ്.
അത് ഞാൻ രഘുവിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവിടെ എനിക്ക് രഘുവല്ലാതെ മറ്റെല്ലാം അന്തമാണ്. മുറിക്ക് പുറത്ത് ഇരുട്ട് കനം വയ്ക്കുന്നു. ഞാൻ ആർദ്രമാകുന്നു. ഒരു രാത്രി മഴയുടെ ഇരുമ്പലിന് കാതു കൊതിക്കുന്നു. പ്രണയിക്കാത്തവരെ, നിങ്ങൾ നിർഭാഗ്യവാന്മാർ. നിങ്ങൾ ഭൂമിയിലെ സ്വർഗത്തെ പുൽകാത്തവർ. അധ്യായം 12. പരണ്ട ഭൂമിയിൽ ഒരു മഴ പെയ്യുന്നു. ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു വിത്തിൽ തുടുപ്പിൻ്റെ ആദ്യ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് മുളയ്ക്കുകയും ഇലകൾ വിരിയുകയും തളിർക്കുകയും പടരുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് പ്രണയം. പ്രണയം മുള പൊട്ടിയാൽ പിന്നെ പടർന്നു പന്തലിക്കാൻ വലിയ സമയം ആവശ്യമില്ല. രഘു മഴയും ഞാൻ വിത്തുമായി മാറിയിരിക്കുന്നു. രഘുവിനോട് സംസാരിക്കണം, കാണണം. മനസ്സു 16-കാരിയെപ്പോലെ ശാഠ്യം പിടിച്ചു. പ്രായത്തിൻ്റെ പക്വത പഴങ്കഥയായി. ഫോൺ എടുത്ത് രഘുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. 3 തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. വല്ലാതെ വിഷമിച്ചു. എന്തിനാണ് നീ വിഷമിക്കുന്നതെന്ന് സ്വയം ചോദിച്ചു. രഘു നിനക്കാരാണ്? വളരെ കുറച്ച് നാളുകൾ മാത്രം പരിചയമുള്ള ഒരു മനുഷ്യൻ. നിനക്ക് രഘുവിനെക്കുറിച്ച് എന്തറിയാം? അയാൾ ഏതു തരക്കാരനാണ്? നിന്റെ പ്രണയം എത്രമാത്രം ശരിയാണ്? നമ്മുടെ മനസ്സിനെ പോലെ ഒരു ധിക്കാരിയെ ചിലപ്പോൾ ഈ ലോകത്ത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കാലങ്ങളുടെ സമയക്രമം വേണമെന്നില്ല. ഒരു മനുഷ്യനെ പ്രണയിക്കാൻ ആ മനുഷ്യനെ പൂർണ്ണമായും അറിയണമെന്നില്ല. കൂടുതൽ അറിഞ്ഞ് പ്രണയിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ അറിഞ്ഞാൽ നിരാശയുടെ പടുകുഴിയിൽ വീഴാൻ സാധ്യത കൂടുതലാണ്. ഒരാൾ ഏതു തരക്കാരനാണെന്ന് അറിയാൻ കണ്ണിന് പകരം ഹൃദയം കൊണ്ട് നോക്കിയാൽ മതിയാവും. ഞാൻ ഹൃദയം കൊണ്ട് കാണാനും ആത്മാവ് കൊണ്ട് പ്രണയിക്കാനും ആഗ്രഹിക്കുന്നു. ഒരാളുടെ പ്രണയത്തെ മറ്റൊരാൾക്ക് എങ്ങനെ വിലയിരുത്താനാകും? പ്രണയം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അവിടെ മറ്റാരുടെയും നിരീക്ഷണങ്ങൾക്ക് പ്രസക്തിയില്ല. എൻ്റെ പ്രണയം മനോഹരമാണെന്ന് പറയാം. എൻ്റെ പ്രണയം മാത്രമാണ് ഏറ്റവും സുന്ദരമെന്ന് പറയരുത്. പ്രണയം വ്യക്തികളെപ്പോലെ വ്യത്യസ്തമാണ്. പക്ഷേ പ്രണയം എല്ലാ ആത്മാവിലും പടർത്തുന്ന പ്രതീക്ഷ ഒന്ന് തന്നെയാകും. ഞാൻ എൻ്റെ പ്രണയത്തിൽ വിശ്വസിക്കുന്നു. അതിലെ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ഫോണിൻ്റെ സ്ക്രീനിൽ രഘുവിൻ്റെ പേര് തെളിഞ്ഞു. ഭദ്ര വിളിച്ചിരുന്നോ? കുറച്ച് തിരക്കിലായിരുന്നു. എങ്ങനെയുണ്ട്? കുറവുണ്ട്. തിരക്കിലാവുമെന്ന് ഓർത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം? ഇല്ല, വെറുതെ വിളിച്ചതാണ്. കള്ളം, പച്ചക്കള്ളം എന്ന് മനസ്സാർത്തുലച്ചു. എനിക്ക് ആവശ്യം രഘുവിൻ്റെ പ്രണയമാണെന്ന് ഞാൻ എങ്ങനെ പറയും? ആവശ്യം രഘുവിനെ കേട്ടിരിക്കലാണെന്ന് ഞാൻ എങ്ങനെ പറയും? വെറുതെ വിളിച്ചതോ? എന്തോ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇല്ല, വെറുതെ വിളിച്ചതാണ്. തിരക്ക് നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഇല്ല, ഇപ്പോൾ ഫ്രീ ആണ്, അതാ വിളിച്ചത്. കേസിനി എന്നാണ്? അടുത്ത മാസം 7-ന് മാറ്റിയിട്ടുണ്ട്. തലകറങ്ങി വീഴാൻ തയ്യാറെടുക്കാൻ നല്ല സമയമുണ്ട്. രഘു പരിഹസിച്ചു. ഞാൻ ഗൗനിച്ചില്ല. പെട്ടെന്ന് തീർന്ന് കിട്ടുമോ? കിട്ടിയാന്, മ്യൂച്വൽ പെറ്റീഷനായിരുന്നെങ്കിൽ. ഇതിപ്പോൾ ഭർത്താവിന് തന്നെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലല്ലോ. രഘു ചിരിച്ചു. ഒന്ന് മൂളാൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഹേ, ഞാൻ വെറുതെ പറഞ്ഞതാ. എല്ലാം വേഗം ശരിയാകും. പുസ്തകം വായിക്കാറുണ്ടോ ഭദ്ര? പണ്ട് വായിക്കുമായിരുന്നു. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമല്ലാത്തവർ അത് സമ്മതിച്ചു തരാതിരിക്കാൻ പറയുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കള്ളമാണ് ഭദ്ര അത്. രഘു എത്ര വലിയ പരിഹാസിയാണ്. ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്നെ പരിഗണിച്ചല്ലേ സംസാരിക്കേണ്ടത്? കുറച്ച് അമർഷത്തോടെ ഞാൻ തുടർന്നു. കള്ളമല്ല, പഠിക്കുന്ന സമയത്ത് വായിച്ചിരുന്നു. ഏതാ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്? പെരുമ്പടത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ, രഘു ഉറക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട അന്ന, എൻ്റെ പ്രണയം പോലെയാണ് എൻ്റെ മരണമെങ്കിൽ ഞാൻ മരിക്കട്ടെ. എത്ര സുന്ദരമായ വരികളാണല്ലേ ഭദ്ര. പ്രണയം പോലെ സുന്ദരമായ മരണം. ഹായ്, എത്ര സുന്ദരം. ദസ്തയോവസ്കസിയും അന്നയും. രഘു പറഞ്ഞ വരികൾ ഒരു സങ്കീർത്തനം പോലെയല്ലേ ആണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ വായനയുടെ ആഴത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപം തോന്നി. ആരോടും ഞാൻ പണ്ട് വായിച്ചിരുന്നു എന്ന് പറയരുതെന്ന് രഘു എന്നെ ഓർമ്മിപ്പിച്ചതുപോലെ. ഞാനിപ്പോൾ വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് പറയാമോ? ഇല്ല. പ്രേമലേഖനം, സുൽത്താൻ്റെ പ്രേമലേഖനം, കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രേമലേഖനം. ഈ പുസ്തകം എത്ര തവണ വായിച്ചു എന്ന് എനിക്ക് തന്നെ കണക്കില്ല. വരികൾ ഒരുവിധം എല്ലാം മനഃപ്പാടമാണ്. ഓരോ വായനയ്ക്ക് ശേഷവും സാറാമ്മയ്ക്ക് കേശവൻ നായരോടും അവർക്കിരുവർക്കും എന്നോട് മാത്രമായും എന്തെങ്കിലും പറയാൻ കാണും. എനിക്ക് വായിക്കാൻ തരുമോ? പിന്നെ എന്താ, തരാമല്ലോ. മറക്കാതെ മടക്കി തരണം. മടക്കി തരാം.
ശരി, ഇനി കാണുമ്പോൾ തരാം. എന്ന് കാണും? വക്കീൽ ഓഫീസിൽ വരില്ലേ? നാളെ ഞാൻ ടൗണിൽ വരും. അപ്പോൾ കാണാൻ പറ്റുമോ? കാണാലോ. വരുമ്പോൾ വിളിക്കൂ. ശരി. ഫോൺ കട്ടായി. കണ്ണാടിയിൽ ഞാൻ എന്നെ നോക്കി. എൻ്റെ മുഖം കാരണങ്ങൾ ഇല്ലാതെ നാണിക്കുന്നു, ചുവക്കുന്നു. പ്രണയം പൈങ്കിളിവൽക്കരിക്കാൻ കൊതിച്ചു. ഞാൻ രഘുവിൽ നിന്ന് പ്രേമലേഖനം വാങ്ങാൻ പോകുന്നു. അത് അവന് തിരികെ നൽകാമെന്ന് ഉറപ്പോടെ. ഞാൻ വിശ്വവിഖ്യാതമായ ബഷീറിനെ മറക്കുന്നു. കേശവൻ നായരെയും സാറാമ്മയെയും മറക്കുന്നു. പ്രേമലേഖനം എന്ന പൈങ്കിളിവൽക്കരിക്കപ്പെടാത്ത പ്രണയിതാക്കളുടെ മാനിഫെസ്റ്റോയിലേക്ക് ഞാൻ ചുരുങ്ങുന്നു.